ലോൺ ആപ്പിന് ഭയന്ന നാടുവിട്ട വടകര ആയഞ്ചേരി സ്വദേശി വിഷ്ണുവിനായി തിരച്ചിൽ ഊർജിതം. ലോൺ ആപ്പുകാർ മോർഫ് ചെയ്ത് ഫോട്ടോ കാണിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞ വിഷ്ണു സഹോദരിക്ക് അയച്ച സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് മുംബൈയിൽ ആത്മഹത്യ ചെയ്ത പത്തനംതിട്ട സ്വദേശിയായ യുവാവിന്റെ കുടുംബത്തിന് ഇപ്പോഴും ഭീഷണി സന്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. വിഷ്ണുവിനെ കാണാതാകുന്നതിന് മുൻപ് സഹോദരിക്കയച്ച സന്ദേശങ്ങളാണ് പുറത്തുവന്നത്. ലോൺ ആപ്പുകാർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നും ഫോട്ടോകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും താൻ ഓക്കെ അല്ല എന്നുമാണ് സന്ദേശം. വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ ലഭിച്ചത് കാസർഗോഡ് ബേക്കലിലാണ്. വിഷ്ണു ട്രെയിനിൽ യാത്ര ചെയ്തതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പോലീസ് ബംഗളൂരുവിലേക്കും മംഗലാപുരത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ഡിസംബറിന് മുന്നേ ഓൺലൈൻ മൊബൈൽ ആപ്പിലൂടെ ഒരു 10,000 രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോണ് തിരിച്ചടവ് തെറ്റിയത് കാരണം അപ്പോൾ അവിടുന്ന് കോള് വരികയും പിന്നെ അവന്റെ മോർഫ് ചെയ്ത ഫോട്ടോ ഇട്ടിട്ട് പലതവണയായിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനിടെ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് മുംബൈയിൽ ആത്മഹത്യ ചെയ്ത പത്തനംതിട്ട സ്വദേശിയുടെ കുടുംബത്തിന് ഇപ്പോഴും സന്ദേശങ്ങൾ വരാറുണ്ട് എന്ന് യുവാവിന്റെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വൈശാലി സെക്യൂരിറ്റീസ് എന്ന പേരിലുള്ള ലോൺ ആപ്പിൽ നിന്നാണ് ഭീഷണി സന്ദേശങ്ങൾ വരുന്നത്. എന്നെയും വിളിക്കാറുണ്ട്, അവന്റെ ഭാര്യയും വിളിക്കാറുണ്ട്. കേരളത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞ് വൈശാലി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നിരന്തരം വിളിക്കുന്നുമുണ്ട്. ആ സെക്യൂരിറ്റി ഗ്രൂപ്പിലേക്ക് എൻ്റെ മകൻ പൈസ കൂടുതലായിട്ട് ഇട്ടതായിട്ടും കാണുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കേരള പോലീസിൽ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.